എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റുട്ടീൻ പോലെ ആദ്യമായിട്ട് എടുക്കുവാണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ ഒരു 5:30 ആയപ്പോൾ തന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ഹാളിലെ ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ അടുക്കളയിലോട്ട് കയറുന്നത്. അതിനുശേഷം ഭയങ്കര ചുമയാട്ടോ. എനിക്ക് രാവിലെ വെളുപ്പിന് എഴുന്നേക്കാൻ നേരത്ത് ചുമയും കരകരപ്പും തൊണ്ടടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എപ്പോഴും ചൂടുവെള്ളം കുടിക്കാറ്. അപ്പോൾ ഇന്നൊരു കടും കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര തണവുമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വയ്ക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇന്നലെ രാത്രി ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നെ പറ്റിച്ചു ഗൈസ്. എന്ത് ചെയ്യാം, അത് അധികം അങ്ങനെ പൊന്തി വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ തിളപ്പിച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് മാവ് കൊച്ചു പോകാറാകുമ്പോഴത്തേക്കും റെഡിയായി വരുമല്ലോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് എടുത്തു വെച്ചു. ആ സമയത്ത് നമ്മുടെ ചായയൊക്കെ തിളച്ചു കേട്ടോ. അപ്പം ഞാൻ പൊടിയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഇപ്പോൾ ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ടൊരു നമ്മുടെ കൂർക്ക സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കടുങ്കാപ്പിൽ ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ കുടിക്കണം. പഞ്ചസാര ഉപയോഗിക്കാറില്ല, വയറ് നന്നായിട്ട് ചാടണോന്നിട്ട് പഞ്ചസാര ഇടാറില്ല. ശർക്കര ഇട്ടിട്ട് ഇച്ചിരി ബൂസ്റ്റൊക്കെ ഇട്ടാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ കൂർക്ക സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ്, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കൂർക്ക സാമ്പാറിൻ്റെ നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അധികം എരിവില്ലാത്തൊരു സാമ്പാർ. എന്നിട്ട് ഞാൻ കൂർക്ക നന്നാക്കി എടുക്കുക കേട്ടോ. ആ സമയത്ത് കാപ്പിയും കുടിക്കുന്നുണ്ട്, കൂർക്കയും നന്നാക്കണം കേട്ടോ. എൻ്റെ മോൾക്ക് 8:30 ആകുമ്പോൾ ബസ് വരും. സാവധാനം മതി, അതിനുള്ളിൽ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ കൂർക്കയൊക്കെ നന്നാക്കി എടുക്കുക കേട്ടോ. അതൊക്കെ നന്നാക്കി വന്നപ്പോഴത്തേക്കും കുടിവെള്ളം റെഡിയായി. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇഡ്ഡലി മാവ് എടുത്തു വെച്ചു. പിന്നെ കൂർക്ക പരിപ്പ് വെന്തയിലോട്ട് കൂർക്ക ഇട്ടു. പിന്നെ തക്കാളിയും സവോളയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് 3 വിസിലടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്താണ് കേട്ടോ വയ്ക്കണം, വറുത്തരച്ച്. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും തേങ്ങാപ്പീര, ഒരു 2 പിടിയോളം തേങ്ങാപ്പീരയും കൂടി വറുത്തെടുക്കാം കേട്ടോ. വറുത്ത് ഇതിലേക്ക് മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി. എൻ്റെ ഷോർട്സ് വീഡിയോ കാണുന്നവർക്ക് അറിയാം, എൻ്റെ മോളൊട്ട് എരിവ് കൂട്ടാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ തീരെ എരിവ് കുറച്ച് കറികളൊക്കെയാണ് ഞാൻ കാണിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് ആറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം സാമ്പാറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലി മാവ് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബാക്കി മാവ് നാളത്തേക്ക് മാറ്റി വെക്കും. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ് ഒഴിച്ചിട്ടില്ല. ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ അരച്ചെടുത്ത് ആ അരപ്പ് നമ്മുടെ ഈ കൂർക്ക വെന്ത് കിട്ടിയ പരിപ്പും കൂർക്കയില്ല അതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ച ശേഷം ഇച്ചിരി പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് വേണമെങ്കിൽ കായപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് ഇതാകുമ്പോഴത്തേക്കും ഞാൻ അത് നമ്മുടെ ചട്ടിയിലോട്ട് പകർത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇഡ്ഡലി. ഞാൻ ചട്ടിയിലോട്ടൊക്കെ സാമ്പാർ പകർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടുക് വറുക്കാനായിട്ട് അപ്പുറത്ത് തേങ്ങ വറുത്ത ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകും വറ്റൽമുളകും സവോള എല്ലാം കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മുടെ ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൂർക്ക സാമ്പാർ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി നോക്കണം, വേറെ കഷ്ണങ്ങളൊന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വേവനുണ്ട്. ഒരുപാട് പാത്രങ്ങൾ കഴുകാനുമായി. ഇപ്പോൾ മോളെ കുളിപ്പിക്കാനായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ പാത്രമൊക്കെ ഒന്ന് മാറ്റി ഇഡ്ഡലി ചൂടാറി വന്നപ്പോഴത്തേക്കും നമ്മൾ ഇഡ്ഡലി തട്ടിയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി മോൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് മോളെ കുളിപ്പിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇഡ്ഡലി കഴിക്കുന്ന നേരം കൊണ്ട് ഞാൻ കൊച്ചിന് കുറച്ച് പാൽ ചായ രാവിലെ കൊടുക്കാറുണ്ട്. അപ്പോൾ ചായയും കൂടി ഇടുക കേട്ടോ. ആ സമയത്ത് മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ലഞ്ച് കൊണ്ടുപോകണം, പിന്നെ സ്നാക്സ് കൊണ്ടുപോകണം, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്ത് സ്നാക്സ് ബോക്സിലൊക്കെ ആക്കി അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം മാറാനായിട്ട് ഫാൻ്റെ അടി കൊണ്ടുവന്ന് വെച്ചു.
പിന്നെ കറിയൊക്കെ ഈ സാമ്പാർ തന്നെയാണ് വെജിറ്റേറിയൻ ഉണ്ടോ കൊണ്ടുവരാൻ പാടുള്ളൂ സ്കൂളിൽ. അപ്പോൾ സാമ്പാർ തന്നെയാണ് കൊണ്ടുപോകണത്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞിയുടെ കാര്യം ഞാൻ മറന്നുപോയി. കഞ്ഞി ഇറക്കി റൈസ് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാനത് ഓർക്കണത് തന്നെ. അയ്യോ കഞ്ഞി തിളപ്പിച്ചിറക്കിയില്ലല്ലോ എന്നിട്ട് ഒന്ന് തിളപ്പിച്ച് അടച്ചിട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പാൽ ചായ റെഡിയായി. അതും ഒന്ന് അരിച്ച് മോൾക്ക് പഞ്ചസാര ഇടും, ഞാൻ പഞ്ചസാര ഇടാണ്ടാണ് കുടിക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. പിന്നെ നമ്മുടെ മുഖത്തുള്ള ചോറൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ പാൽ ചായയൊക്കെ അരിക്കുവാണ് കേട്ടോ. പാൽ ചായ അരിച്ചു, മോക്കുള്ളത് സെപ്പറേറ്റ് പഞ്ചസാര ഇടും. ഞാൻ ചിലപ്പോൾ ശർക്കര ഇട്ടോ അങ്ങനെയൊക്കെയാണ് കുടിക്കാറ്. പഞ്ചസാര ഉപയോഗിക്കാറേ ഇല്ല, എന്ന് വെച്ചാൽ വയറ് നന്നായിട്ട് ചാടുന്നതുകൊണ്ടിട്ട്. പിന്നെ PCOD അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് പഞ്ചസാര കട്ടാണ്. ചായയൊക്കെ ചൂടാക്കി ചൂട് മാറ്റിയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മോക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചോറൊക്കെ പകർത്തി വെച്ച് അപ്പോൾ എല്ലാം സെറ്റായി. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്